ഇതൊക്കെ ഒരു സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത്. 2380 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് ആട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ത്രെഡ് എംബോസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. കസവിൻ്റെ വർക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണിത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസും ഡിഫറെൻറ്റ് കളേഴ്സും ആണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇതാണ് സാരി നമ്പർ 1 ആണിത്. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു മോഫ് ടോണും ഒരു ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. അതായത് സാരിയുടെ ബേസ് കളർ വരുന്നത് അത് ഈ ഒരു മോഫ് ടോണാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ബ്ലാക്കും ആ ഒരു മോഫ് ടോൺ തന്നെയുള്ള ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബോസ്ഡ് ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫിനിഷിങ്ങിലാട്ടോ വന്നിരിക്കുന്നത്. ത്രെഡ് ഒട്ടും ഇങ്ങനെ എഴുതി നിൽക്കുന്ന പാറ്റേണിലല്ല. സാരി നമ്പർ 1 ഇതിൻ്റെ ബോഡി ഫുൾ ഈ ഒരു ഡിസൈനാണ്. 2 ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബോഡിയിലേക്ക് ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ആട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. 1 ലെയർ ഇട്ട് കൊടുക്കേണ്ടവർക്ക് 1 ലെയർ ഇട്ട് കൊടുക്കാം, പ്ലീറ്റ് ചെയ്യേണ്ടവർക്ക് പ്ലീറ്റ് ചെയ്യാം. ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. പിന്നെ ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. സാരി നമ്പർ 1 ഇതിൻ്റെ ഫുൾ ബോഡി നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ സാരിയിൽ ഇങ്ങനെയാണ് വരുന്നത്. സാരി നമ്പർ 1 2380. സാരി നമ്പർ 2 വരുമ്പോൾ ഒരു സീ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സീ ഗ്രീൻ ഉണ്ട്. ബോഡിയിൽ ഫുൾ ഇതേപോലെ ഒരു എംബോസ്ഡ് ഒരു ത്രെഡ് വീവ് ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ട് അങ്ങ് ചേർന്നിരിക്കുന്ന ഡിസൈനാട്ടോ. ഇതിനും ഒരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബോഡിയിലേക്ക് ഈ ഒരു ഡിസൈൻ വരും. ഇതാണ് സാരി വരുന്നത്. മുന്താണി ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 2. സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പോൾ ഒരു മെഹന്തി ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലേക്ക് ഉണ്ടോ, ഇതേപോലെ വരും. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ ഒരു ലാവൻഡറിൻ്റെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 4 ഒരു ലാവൻഡറിൻ്റെ ഷെയ്ഡ്. ഇതിനൊന്നും പ്രത്യേകം ബോർഡർ ഇല്ല, ഫുൾ ബോഡി ആ ഒരു സെയിം ഡിസൈൻ തന്നെ. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോഴും ഒരു ഗ്രീനിഷ് ടോണിലേക്ക് വരുന്ന ഒരു കളറ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ ഒരു പർപ്പിൾ ടോണിൽ അതിനകത്ത് ഇതേപോലെ ഒരു ത്രെഡിൻ്റെ എംബോസ്ഡ് ഡിസൈനും അതേപോലെ ഒരു സിൽവർ സെറിയുടെ ഒരു ഡിസൈനും കൂടെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട്. മുന്താണി വരുമ്പോൾ സിൽവർ സെറിയുടെ ഡിസൈനിൽ വരുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. അടുത്തത് വരുന്നതും ഒരു ഡസ്റ്റി ടോണിലേക്കാട്ടോ. ഒരു സാരി നമ്പർ 7 ഒരു പേർപ്പിൾ പിങ്ക് അങ്ങനെ ഒരു ഡസ്റ്റി ടോൺ. അതായത് ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡല്ല, ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന ഷെയ്ഡ്. കറക്റ്റ് കളറാണോ? സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു ഗ്രേ ബേജ് ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 8. എക്സാക്റ്റ് ഗ്രേയും അല്ല, എക്സാക്റ്റ് ബേജും അല്ല. സാരി നമ്പർ 9 ഗ്രീൻ, ഒരു സഫയർ ഗ്രീൻ്റെ ഒക്കെ ഒരു ടോണിലേക്ക് വരുന്ന സാരി നമ്പർ 9. സാരി നമ്പർ 10 വരുമ്പോഴും ജസ്റ്റ് ഒരു ഡസ്റ്റി ലാവൻഡർ ടോണിലേക്ക് വരുന്ന ഒരു ഷെയ്ഡ്. അല്പം ഒരു പിങ്കിഷ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോണാണ്. സാരി നമ്പർ 10. സാരി നമ്പർ 11 വരുമ്പോൾ അഗെയിൻ ഒരു ഗ്രീൻ ടോൺ. നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ. അതിനകത്ത് ബോർഡറിൽ ഇതേപോലെ ഒരു സിൽവറിൻ്റെ ഒരു ഡിസൈൻ, ത്രെഡ് എംബോസ്ഡും സിൽവറും കൂടെയുള്ള ഡിസൈൻ. മുന്താണി സിൽവറിൽ വരും. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്